മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് 2020. മുമ്പ് പെരുമ്പാവൂരിലെ 2020 സ്ഥാനാർത്ഥി നടി ലക്ഷ്മി പ്രിയയ്ക്കും സമാനമായ സാഹചര്യം നേരിടേണ്ടി വന്നിരുന്നു. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ അത് തള്ളിപ്പോകും. ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിൽ 2020 പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി നടി വീണ നായരുടെ 2020 കാൻഡിഡേറ്റ് വീണ നായർ പേര് വോട്ടർ പട്ടികയിലില്ല. ഏറ്റുമാനൂരിൽ ഇനിയാരെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മണ്ഡലത്തിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് 2020. മുമ്പ് പെരുമ്പാവൂരിലെ 2020 സ്ഥാനാർത്ഥി നടി ലക്ഷ്മി പ്രിയയ്ക്കും സമാനമായ സാഹചര്യം നേരിടേണ്ടി വന്നിരുന്നു. തൃപ്പൂണിത്തുറയിൽ അഞ്ജലി നായർ, പെരുമ്പാവൂരിൽ ലക്ഷ്മി പ്രിയ, ഏറ്റുമാനൂരെ വീണ നായർ, അങ്കമാലിയിൽ പ്രോമി കുര്യാക്കോസ് എന്നിങ്ങനെയാണ് 2020 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഏറ്റുമാനൂരിലും പെരുമ്പാവൂരിലും സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലാണ്. കൂടുതൽ സെലിബ്രിറ്റികൾ പാർട്ടിയുടെ ഭാഗമായി ഇനിയും മത്സരരംഗത്തുണ്ടാകുമെന്നാണ് 2020 നേരത്തെ അറിയിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ അത് തള്ളിപ്പോകും. സെലിബ്രിറ്റികളെയും ടെലിവിഷൻ താരങ്ങളെയും ഉൾപ്പെടുത്തി കഴിഞ്ഞ ദിവസമാണ് സാബു ജേക്കബ് 2020യുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥി ആരെന്നുള്ളതിന് ഇന്ന് തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്ഥിരം ജീവനക്കാർക്ക് പുറമെ ദിവസവേതനക്കാർക്കും താൽക്കാലിക ജീവനക്കാർക്കും വോട്ട് ചെയ്യാൻ പോകുന്നതിനായി ശമ്പളത്തോടുകൂടിയ അവധി നൽകണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വന്തം നിയോജക മണ്ഡലത്തിനു പുറത്തു ജോലി ചെയ്യുന്നവർക്കും വോട്ട് ചെയ്യാൻ സൗകര്യപ്രദമായ രീതിയിൽ അവധി അനുവദിക്കണം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9-ന് സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വോട്ടർമാർക്ക് തടസ്സമില്ലാതെ വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. സർക്കാർ ഓഫീസുകൾക്ക് പുറമെ സംസ്ഥാനത്തെ എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളിലും മറ്റു സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്കും അന്ന് ശമ്പളത്തോടുകൂടിയ അവധിയായിരിക്കും. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് കീഴിൽ വരുന്ന എല്ലാ സ്വകാര്യ സംരംഭങ്ങൾക്കും വ്യവസായ കേന്ദ്രങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമാണ്. സ്ഥിരം ജീവനക്കാർക്ക് പുറമെ ദിവസവേതനക്കാർക്കും താൽക്കാലിക ജീവനക്കാർക്കും വോട്ട് ചെയ്യാൻ പോകുന്നതിനായി ശമ്പളത്തോടുകൂടിയ അവധി നൽകണമെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വന്തം നിയോജക മണ്ഡലത്തിന് പുറത്തു ജോലി ചെയ്യുന്നവർക്കും വോട്ട് ചെയ്യാൻ സൗകര്യപ്രദമായ രീതിയിൽ അവധി അനുവദിക്കണം. തൊഴിലാളികൾക്ക് വോട്ട് ചെയ്യാൻ അവധി നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കി. ഇതിനിടെ കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പാറ്റുകളുടെയും ആദ്യഘട്ട പരിശോധന പ്രക്രിയ പൂർത്തിയാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആദ്യഘട്ട പ്രക്രിയയിൽ ജില്ലാതല വെൽഫെയർ ഹൌസുകളിൽ നിന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ അതത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കൈമാറാനാണ് തീരുമാനം. രണ്ടാംഘട്ട പരിശോധന കൂടി പൂർത്തിയാക്കി യന്ത്രങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു. കൃഷ്ണകുമാരനെ പരിഗണിച്ചില്ലെങ്കിലും പ്രശസ്ത സീരിയൽ സിനിമാ താരം വിവേക് ഗോപന് സീറ്റുണ്ട്. അരുവിക്കര മണ്ഡലത്തിലാണ് വിവേക് ഗോപൻ സ്ഥാനാർത്ഥിയാവുക. മാവേലിക്കര, അടൂർ, ചിറയിൻകീഴ് എന്നീ സംവരണ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബി.ജെ.പി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മൂന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. പുതുതായി 11 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ബി.ജെ.പി. പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്തു നിന്നും ജനറൽ സെക്രട്ടറി അരുൺ സിംഗാണ് ഈ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. ഇതനുസരിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെട്ട തിരുവനന്തപുരം മണ്ഡലത്തിൽ നടൻ കൃഷ്ണകുമാരനെ പരിഗണിച്ചിട്ടില്ല. പകരം കരമന ജയനെയാണ് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃഷ്ണകുമാരനെ പരിഗണിച്ചില്ലെങ്കിലും പ്രശസ്ത സീരിയൽ സിനിമാ താരം വിവേക് ഗോപന് സീറ്റുണ്ട്. അരുവിക്കര മണ്ഡലത്തിലാണ് വിവേക് ഗോപൻ സ്ഥാനാർത്ഥിയാവുക. മാവേലിക്കര, അടൂർ, ചിറയിൻകീഴ് എന്നീ സംവരണ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളും: 1. പീരുമേട് വി. രതീഷ്. 2. പുതുപ്പള്ളി രവീന്ദ്രനാഥ് വാകത്താനം. 3. മാവേലിക്കര അജിമോൻ. 4. അടൂർ പന്തളം പ്രതാപൻ. 5. ചവറ കെ. ആർ. രാജേഷ്. 6. ചടയമംഗലം
RS അരുൺ രാജ്. 7 ചിറയിൻകീഴ് BS അനൂപ്. 8 തിരുവനന്തപുരം കരമന ജയൻ. 9 അരുവിക്കര വിവേക് ഗോപൻ. 10 കോവളം TN സുരേഷ്. 11 നെയ്യാറ്റിൻകര S രാജശേഖരൻ നായർ. തനിക്ക് പാർലമെന്ററി വ്യാമോഹമാണെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയും അങ്ങനെ പറഞ്ഞുവെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി 9 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു. ആ മണ്ഡലത്തിൽ ഇതുവരെ ആരും തോറ്റിട്ടില്ല. ജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ നിന്നാൽ ആർക്കും ജയിക്കാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ജയിച്ചത്. അധിക്ഷേപ പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി G. സുധാകരൻ. ചെറ്റ എന്ന് വിളിച്ചതിൽ താൻ അഭിമാനം കൊള്ളുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. സുധാകരൻ കാട്ടിയത് ചെറ്റത്തരമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തോടായിരുന്നു G. സുധാകരന്റെ പ്രതികരണം. അമ്പലപ്പുഴയിൽ നടന്ന കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ നാടായ ഓണാട്ടുകരയിൽ ചെറ്റക്കുടിലെന്നത് പാവപ്പെട്ടവന്റെ പുരയാണെന്നും അതിനെയാണ് അധിക്ഷേപിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന് G. സുധാകരൻ പറഞ്ഞു. പിണറായി വിജയനെതിരെ ആദ്യമായാണ് സുധാകരൻ ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണം നടത്തുന്നത്. ചെറ്റ എന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്റെ 18 വയസ്സുവരെ ഓലമേഞ്ഞ ചെറ്റപ്പുരയിലാണ് താമസിച്ചത്. ചാണകത്തിണ്ണയിലാണ് കഴിഞ്ഞത്. മുഖ്യമന്ത്രിക്ക് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ നന്നായി അറിയില്ല. അദ്ദേഹം നിഘണ്ടു വായിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ വിമർശിക്കും, പക്ഷെ ഞാൻ ചീത്ത പറയില്ല. അതെന്റെ ഗുരുത്വം. ചെറ്റ എന്നല്ല, ഇനി വറ്റ മത്സ്യം എന്ന് വിളിച്ചാലും ഞാൻ ചീത്ത പറയില്ല, സുധാകരൻ കൂട്ടിച്ചേർത്തു. തനിക്ക് പാർലമെന്ററി വ്യാമോഹമാണെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയും അങ്ങനെ പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി 9 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു. ആ മണ്ഡലത്തിൽ ഇതുവരെ ആരും തോറ്റിട്ടില്ല. ജയിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ നിന്നാൽ ആർക്കും ജയിക്കാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ജയിച്ചത്. ആലപ്പുഴ പോലെയല്ല ഒരിക്കലും കണ്ണൂർ. അവിടെ ആരു നിന്നാലും ജയിക്കും. മരിക്കുന്നതുവരെ AKG പാർലമെന്റ് അംഗമായിരുന്നില്ലേ? 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന് പറയുന്നവരിൽ ഒരാൾ 6ാം തവണ മത്സരിക്കാൻ മണൽപ്പുറത്തു പോയിരിക്കുകയാണ്. മുഖത്തെ സൗന്ദര്യമല്ല ഒരിക്കലും പൊതുപ്രവർത്തകന്റെ യോഗ്യത. ആത്മാർത്ഥയും മനസ്സിന്റെ സൗന്ദര്യവുമാണ് ജനങ്ങൾ വിലയിരുത്തുക എന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ട മുഹൂർത്തത്തിൽ പത്രിക നൽകാൻ LDF സ്ഥാനാർത്ഥികൾ മാറി നിൽക്കുകയും സൗകര്യം ചെയ്തുകൊടുക്കുകയും ചെയ്തു. NDA സ്ഥാനാർത്ഥിക്ക് പിന്നാലെ LDF സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണം പൂർത്തിയാക്കി. ഇതിനിടെ 11 സ്ഥാനാർത്ഥികളുടെ 3ാം പട്ടിക BJP പുറത്തിറക്കി. തിരുവനന്തപുരത്ത് കരമന ജയനും അരുവിക്കരയിൽ നടൻ വിവേക് ഗോപനും പത്രിക നൽകും. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയപ്പോൾ കളക്ടറേറ്റിൽ നാടകീയ രംഗങ്ങളുണ്ടായി. NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലും LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനും തമ്മിൽ പത്രിക നൽകുന്ന സമയത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. രാവിലെ ആദ്യമെത്തിയ UDF സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ച് ഇറങ്ങാൻ വൈകിയതോടെ നിശ്ചയിച്ചിരുന്ന സമയക്രമം തെറ്റി. മുൻകൂട്ടി നിശ്ചയിച്ച പ്രത്യേക മുഹൂർത്തത്തിൽ തന്നെ പത്രിക സമർപ്പിക്കണമെന്ന് പത്മജ വേണുഗോപാൽ ഉറച്ച നിലപാടെടുത്തു. ഗുജറാത്ത് മുഖ്യമന്ത്രിയോടൊപ്പമാണ് പത്മജ പത്രിക സമർപ്പിക്കാനെത്തിയത്. എന്നാൽ മുൻഗണനാക്രമമനുസരിച്ച് LDF സ്ഥാനാർത്ഥിക്കായിരുന്നു ആ സമയത്ത് പത്രിക നൽകാൻ അവകാശമുണ്ടായിരുന്നത്. ഇത് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള വാഗ്വാദത്തിന് കാരണമായി. ഒടുവിൽ ഇരു മുന്നണികളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ സമവായത്തിലെത്തി. പത്മജ വേണുഗോപാൽ ആവശ്യപ്പെട്ട മുഹൂർത്തത്തിൽ പത്രിക നൽകാൻ LDF സ്ഥാനാർത്ഥികൾ മാറി നിൽക്കുകയും സൗകര്യം ചെയ്തുകൊടുക്കുകയും ചെയ്തു. NDA സ്ഥാനാർത്ഥിക്ക് പിന്നാലെ LDF സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണം പൂർത്തിയാക്കി. ഇതിനിടെ 11 സ്ഥാനാർത്ഥികളുടെ 3ാം പട്ടിക BJP പുറത്തിറക്കി. തിരുവനന്തപുരത്ത് കരമന ജയനും അരുവിക്കരയിൽ നടൻ വിവേക് ഗോപനും പത്രിക നൽകും. തിരുവനന്തപുരത്ത് സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന കൃഷ്ണകുമാറിന് സീറ്റില്ല.